പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്റ്റ് ചെയ്തു. ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സനൽകുമാർ ശശിധരൻ പുള്ളിയാണ് ഇപ്പം ട്രെൻഡിങ്ങിൽ നമ്പർ 1 ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു പ്രമുഖ നടി കേസ് കൊടുത്തു. സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞ രീതിയിലൊരു കേസ് കൊടുത്തിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പുള്ളി ഇങ്ങനെ ട്രെൻഡിങ്ങിൽ വരുന്നത്. അതിനുള്ള കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പല സിനിമകളും വഴക്ക്, ടൊവിനോ ആണ് നിർമ്മാണവും അതുപോലെ തന്നെ അഭിനയിച്ചതും ടൊവിനോ തന്നെയാണ്. ആ പടം ഇറങ്ങിയിട്ടില്ല. ചില ഫെസ്റ്റിവലിലൊക്കെ അത് പ്രദർശിപ്പിച്ചു, നല്ല അഭിപ്രായം നേടി. നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അഭിപ്രായം പറയുന്നില്ല. പിന്നെ മഞ്ജു വാര്യരെ നായികയാക്കി കയറ്റം എന്ന് പറഞ്ഞ ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ എന്ന് പറയുന്നത് മഞ്ജു വാര്യർ തന്നെ ആയിരുന്നു. അപ്പോൾ അതും ഇറങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ചിത്രങ്ങളെപ്പറ്റി നമ്മൾ കേൾക്കുമ്പോഴും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പലരും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അഭിപ്രായം. അദ്ദേഹം സംവിധായകൻ എന്നതിൽ മികച്ചൊരു വാഗ്ദാനമായിട്ട് നമുക്ക് തോന്നുന്നു. അത് ടൊവിനോ തന്നെ പറയുന്നുണ്ട്. നല്ല സംവിധാനം, നല്ല പ്രതിഭയുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി ഇപ്പം വരുന്ന ചില സംഭവങ്ങൾ, കുറച്ച് നാൾ മുമ്പ് മഞ്ജു വാര്യരെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അവർ കൊണ്ടത് കേസ് കൊടുത്തു. അവസാനം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, പുറത്ത് വിട്ടതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് രാവിലെ എണീക്കുക, ഫേസ്ബുക്കിൽ ഇറങ്ങുക, എന്നിട്ട് മഞ്ജു വാര്യരെ ടാഗ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, പ്രേമലേഖനം, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പുള്ളി അങ്ങ് പടച്ചു വിടുകയാണ് പുള്ളിയുടെ രീതി. അപ്പം മഞ്ജു വാര്യരെ പുള്ളിക്ക് പ്രേമമാണ്. മഞ്ജു വാര്യരുടെ പ്രേമവും തലയ്ക്ക് മൂത്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയില്ലേ. അപ്പം ഈ സോഷ്യൽ മീഡിയയാണ് പുള്ളി കൈകാര്യം ചെയ്തത്. സോഷ്യൽ മീഡിയ കയറുക, മഞ്ജു വാര്യരെ ടാഗ് ചെയ്യുക, എന്നിട്ട് പൈങ്കിളി സാഹിത്യങ്ങൾ പുള്ളി അങ്ങ് വിളമ്പിക്കൊണ്ടേയിരിക്കുക. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മഞ്ജു വാര്യയ്ക്കും പുള്ളിയുടെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഉള്ളവരുടെ ചില ശീലങ്ങളാണ്. പ്രചരിപ്പിക്കും. ഒരു ഓഡിയോ പുള്ളി പുറത്ത് വിട്ടു. മഞ്ജു വാര്യനും ഞാൻ തമ്മിലുള്ള സംഭാഷണമാണ്, എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയോ പുറത്ത് വിട്ടു. നിങ്ങൾ ആ ഓഡിയോ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ചിരിക്കരുത്, കേൾക്കുക. ഞാൻ എന്ത് ചെയ്യും? അറിയാൻ പറ്റില്ല. എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യേണ്ട സനൽ, ഞാൻ ചെത്തു പോവാം. ഓക്കെ, നിനക്ക് റിസൾട്ട് വരും. ഞാൻ ചെത്താൽ ഇനി ഫ്രീ ആവും, എന്റെ കേസ് ക്ലോസ് ആവും. യു കൻ ബി ഹാപ്പി. അതെന്തിന് നീ ചത്തിട്ട് എന്റെ കേസ് ക്ലോസ് ആവുന്നതിന്? നീ ചാവണ്ട, നീ മര്യാദക്ക് ജീവിക്ക്, നിന്റെ ഇഷ്ടംപോലെ ജീവിക്ക്. എനിക്ക് ഒരു പ്രശ്നമില്ല, നീ നന്നായിട്ട് ജീവിക്കും, നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ഒരു കാര്യം, ഞാൻ നിന്റെ വക്കീലിനെ വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് നീ ആ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ കോളിലോ എന്തെങ്കിലും വിളിച്ചിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. അപ്പം നീ പറയാം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മ്യൂച്വലായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ അത് തീർക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കോംപ്രമൈസ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. എന്നിട്ട് പിന്നെ മൂവ് ചെയ്യാം. അതല്ലാതെ ആ കേസ് എങ്ങനെ അത് ഇട്ടുകൊണ്ട് ഞാൻ സിനിമ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എനക്കറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്ക് എത്ര മാത്രം എനിക്ക് ഇമ്പോസിബിൾ. വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കില്ല, നടക്കില്ല. വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കില്ലേ? നീ എന്തോ അഡൽട്ട് അല്ലേ? സോ യു കീപ് സേയിങ് എവരിതിങ് യു വാണ്ട് ടു. ഈ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മലയാളികൾക്കും മനസ്സിലാവും. കേരളത്തിലെന്നല്ല, മലയാളികൾ എവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലാവും. മഞ്ജു വാര്യരുടെ ശബ്ദം പരിചിതമായ ശബ്ദമാണ്. അതുപോലെ ഈ സിനിമയിൽ സംവിധായകനാണ് എന്നൊക്കെ പറയുന്ന പുള്ളിക്ക് പോലും ഈ ശബ്ദം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ലോകപ്പൊട്ടൻ എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ബാല പറയത്തില്ലേ, ലോകപ്പൊട്ടൻ എന്ന് വെച്ചാൽ ലോകപ്പൊട്ടനാണ്. പുള്ളി എന്തോ പൊട്ടത്തരം കാണിക്കുന്നതെന്ന് പറയും. ഒന്നുകിൽ പുള്ളിയെ ആരോ വിളിച്ച് മഞ്ജു വാര്യരെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായിട്ട്. അല്ലെങ്കിൽ പുള്ളിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി ആരെയും ഡബ്ബ് ചെയ്ത്
മഞ്ജുവാരുടെ ശബ്ദം കൊണ്ട് ഡബ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പാടിപ്പോയി എന്നുള്ളതാണ്. അത് മലയാളികൾക്കെല്ലാം മനസ്സിലായി. അത് ഒരു തമിഴ് ചൊവ്വയുള്ള സംഭാഷണം പോലെ തോന്നുന്നു. മഞ്ജുവാരിയൊക്കെ വ്യക്തമായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാവുന്നതാണ്. അതുപോലെ മഞ്ജുവാരുടെ ഓരോ സംഭാഷണവും നമുക്ക് പരിചിതമാണ്. പക്ഷേ പുള്ളിക്കത് പരിചിതമല്ല. പുള്ളി ഡബ് ചെയ്തപ്പം തെറ്റിപ്പോയതോ അല്ലെങ്കിൽ പുള്ളി ആരോ വിളിച്ച് കബളിപ്പിക്കുന്നതോ ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ മഞ്ജുവാര്യല്ലെന്ന് വ്യക്തമാണ്. എന്നിട്ടും പുള്ളി പറയുന്നത് മഞ്ജുവാര്യ വേറെ ഫോണിൽ നിന്ന് വിളിച്ചു, ടോൺ മാറ്റി സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കയറ്റം എന്ന് പറഞ്ഞ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. കയറ്റം മഞ്ജുവാര്യരായിരുന്നു നായിക. അത് മഞ്ജുവാര്യർ പുള്ളിയൊന്ന് നോക്കി ചിരിച്ചു പോയതാണ് മഞ്ജുവാര്യർ ചെയ്തത് കുറ്റം. അതിനുശേഷം പുള്ളിക്ക് തലയ്ക്കൂത്ത പ്രേമമായി മഞ്ജുവാര്യർക്കും പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി നിരന്തരം പോസ്റ്റുകൾ ചെയ്യുന്നത്. ഏതായാലും പുള്ളി ആദ്യത്തെ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ഉടൻ തന്നെ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ നിന്നുകൊണ്ടാണ് വീണ്ടും ഈ വിക്രിയകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ട് രാവിലെ എണീക്കുക, പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മഞ്ജുവാര്യർക്ക് പ്രേമലേഖനമുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രേമലേഖനം, നീ എന്താ അങ്ങനെ, നീ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പുള്ളിയെ വീട്ടിൽ സഹതാപമാണ് തോന്നുന്നത്. കാരണം പ്രേമം തലയ്ക്കും മൂത്ത് കഴിയുമ്പം ചിലവർക്കുണ്ടാകുന്ന ഒരു ഇതാണ്. ഇത് മഞ്ജുവാര്യർക്ക് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് ടൊവിനോ ഇദ്ദേഹത്തെ കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചു. ടൊവിനോയാണ് കാശ് മുടക്കി 27 ലക്ഷം രൂപയും കണ്ട് ടൊവിനോ മുടക്കി, വേറെ ഒരാൾ 27 ലക്ഷം രൂപ മുടക്കി. അതും തിയേറ്ററിൽ ഇറങ്ങാൻ പുള്ളി സമ്മതിച്ചിട്ടുമില്ല, OTTക്കും കൊടുക്കാൻ നടന്നിട്ടില്ല. അത് ടൊവിനോ തന്നെ പറയുന്നുണ്ട്. പുള്ളിക്ക് എന്തോ ഒരു എന്താ പറയുന്നത്, ഒന്നും സമ്മതിക്കത്തില്ല. ടൊവിനോ തന്നെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആൾക്കാർ നമ്മളുടെ സിനിമേനെ റിജക്റ്റ് ചെയ്തു, ഒരു ഇൻ്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസും കൂടെ വന്നിട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസിൽ നമുക്ക് കിട്ടുകയും ചെയ്തു, അപ്പോൾ ചില ഫെസ്റ്റിവലുകൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമയുടെ ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്, അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട്. അങ്ങനെ പുള്ളി ഇതിന് ശേഷം നമുക്ക് IFFKയിൽ സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ ആ സമയത്തും പുള്ളി പറഞ്ഞു IFFKയിലെ ആൾക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണ്, സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ IFFKയിൽ അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അജയൻ്റെ 2ാം മോഷണം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു, വഴക്ക് കാണാനായിട്ട് പുറത്ത്, തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംവദിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട്. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കിത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല. കാര്യം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിൻ്റെ റിസ്ക് അവരെടുത്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFKക്ക് വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവർ അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബഫ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ വോയിസ് ക്ലിപ്പൊക്കെ എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ എനി ഡേ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മൾ IFFKയിൽ കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്ക് അറിയാം. ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്ന് കണക്കിലെടുത്ത് അതിനെ എന്താ പറയുക കൊണ്ടുപോയി പോകും. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ OTTയിൽ നമുക്ക് ഇതിൻ്റെ സെയിലിൻ്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ OTTകളുമായിട്ടും എൻ്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ മാനേജർ ഗൂഗിളുണ്ട്, ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് OTT എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ്, ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവർ ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ
ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം. നമ്മളൊരു സിനിമ സെല് ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും OTTയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിന് ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേടിക്കുക എന്നുള്ളതാണ്. അന്ന് സല്ലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു IP റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എൻ്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പൈസ മുടങ്ങി കിടക്കുന്നത് ഞങ്ങളുടെയാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹമാണ് സിനിമ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിന് ഹനിക്കണ്ട. കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിൻ്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിനുശേഷം ഈ OTTയുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതായപ്പോൾ ഞാൻ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് OTTയിൽ റിലീസ് ചെയ്താലും. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം, പക്ഷെ നമ്മൾ ഓൾറെഡി കുറേ ആൾക്കാർ വെറുപ്പിച്ചു ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല, ചേട്ടൻ വാശി വിട്ടാൽ നമുക്കിത് സെല് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കാം. പുള്ളി എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വാശിയൊന്നുമില്ല, നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു, എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല് ചെയ്യാൻ പോളിസീസിന് പാലിച്ചുകൊണ്ട് സെല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനെ ഈ പറഞ്ഞ OTTസിനെയൊക്കെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട. അപ്പോൾ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്, എനിക്കറിയില്ല. പിന്നെ OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സല്ലേട്ടൻ ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. അപ്പോൾ OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു, പുള്ളി തന്നെ ഗൂഗിളിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അപ്പം ഇതിനകത്ത് ടൊവിനോ തന്നെ പറയുന്നിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണിത്. അദ്ദേഹം പടം സംവിധാനം ചെയ്യുമ്പോൾ ആ നിർമ്മാതാക്കൾക്ക് പണിയായിട്ട് മാറുകയാണ്. ഇപ്പം ടൊവിനോയുടെ കാശാണ് നഷ്ടപ്പെട്ടു, ടൊവിനോയുടെ സഹ നിർമ്മാതാവിൻ്റെയും കാശ് നഷ്ടപ്പെട്ടു. പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. ഈ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തി OTTയിൽ ഇത് റിലീഫ് ആകാത്തതിൻ്റെ കാരണവും ടൊവിനോ പറയുന്നുണ്ട്. കാരണം പുള്ളിക്കെതിരെ കേസുണ്ട്. ആ കേസ് ഉള്ളിടത്തോളം കാലം OTTക്കാരെ ഇത് ഏറ്റെടുക്കത്തില്ല എന്ന് പറയുന്നത്. ആ കേസ് തീരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ടൊവിനോ അദ്ദേഹത്തെ എന്തോന്നാക്കി പറയുന്നില്ല. പക്ഷേ ടൊവിനോയ്ക്കെതിരെ ഈ സനൽകുമാർ ശശിധരൻ നീങ്ങിയപ്പോഴാണ് ടൊവിനോയ്ക്ക് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഇതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ കാര്യം വന്നപ്പോൾ മഞ്ജു വാര്യർക്ക് കേസ് കൊടുക്കേണ്ടിയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർക്കെതിരെ നിരന്തരം ആശയം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം പുതിയതായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റേതായിട്ട് വരുന്ന കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മഞ്ജു വാര്യർക്കും മഞ്ജു വാര്യരുടെ മക്കൾക്കും എതിരായിട്ട് സംഘടിതമായ ആക്രമണം നടക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ ജീവിതം അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് തനിക്കെതിരെ നീക്കുന്നത് എന്നൊക്കെയാണ് പുള്ളിയുടെ പുതിയ കണ്ടുപിടുത്തം. ഇതൊക്കെ ഈ നാട്ടിലാണ് പറയുന്നത് എന്നൊക്കെയുള്ള പുതിയ രീതിയുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം പുള്ളി UFAയിലായതുകൊണ്ട് ഇവിടെ പോലീസ് കേസെടുത്തു കഴിഞ്ഞാൽ അവിടെ പുള്ളി എങ്ങനെ എന്ത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നറിയില്ല. അതുപോലെ പുള്ളി അവിടെ നിന്ന് വന്നില്ലെങ്കിൽ പുള്ളിക്കെതിരെ കേസൊക്കെ ഇവിടെ നിലനിൽക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പുള്ളി ഇങ്ങനെ സോഷ്യൽ മീഡിയ വരിക. ലോകത്ത് എവിടെ ഇരുന്നാലും ഒരു വ്യക്തിയെപ്പറ്റി നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയൊക്കെ പറയും. മഞ്ജു വാര്യരെയൊക്കെ പറ്റി ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴും പലരും ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്ന്. അവസാനം മഞ്ജു പ്രതികരിക്കുന്നു. അത് നേരത്തെ ഒരു കേസ് കൊടുത്ത് പുള്ളി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വീണ്ടും പുള്ളി നിരന്തരം ആക്ഷേപം ഉന്നയിച്ചിരിക്കും. ഇപ്പോൾ ടൊവിനോയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അത് പുള്ളിയുടെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും ഈ സനൽകുമാർ ശശിധരൻ എന്താ പറയുക പുള്ളിയെപ്പറ്റി അല്ലേ, ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാനും അതുപോലെ ആക്റ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടി ചിലവർ നടത്തുന്ന അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.